അസ്സലാമു വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു ഫിഷ് ടൊമാറ്റോ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു ഫിഷ് മസാല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു 5-6 കഷ്ണം മീൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അയക്കുറയാണ്, കിങ്ഫിഷ്. അപ്പോൾ ഏത് മീനായാലും കുഴപ്പമില്ല, ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇനി പൊടികളൊക്കെ മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഈ മീനിൽ ഇപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ മസാലയ്ക്ക് മീനിൽ തേച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ മീനിലേക്ക് ഈ മസാല കുറച്ചൊക്കെ ഒന്ന് പിടിച്ചു വന്നോളും. കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല, പിന്നെ നമുക്കിത് മസാലയിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ മസാലയൊക്കെ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ മസാലയിലേക്ക് കൂടുതലായിട്ട് ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിപ്പോൾ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഒരു 4-5 തക്കാളി എടുക്കാം. ഇനി നമുക്ക് ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് കളയണം. അപ്പോൾ ഒരു കത്തി വെച്ചിട്ട് തക്കാളിയുടെ താഴ്ഭാഗത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. തക്കാളിയുടെ ഞെട്ടുള്ള ഭാഗത്തല്ല, താഴ്ഭാഗത്ത് വേണം ഇതുപോലെ വരഞ്ഞു കൊടുക്കാൻ. തൊലി മാത്രം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ തക്കാളിയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത ശേഷം ഇത് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ഞാൻ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം വേണം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 3-4 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗത്തുള്ള തൊലിയൊക്കെ ഒന്ന് വിട്ട് വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തക്കാളി വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ തൊലിയൊന്ന് വിട്ടു തുടങ്ങിയാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ചൂടാറി വന്ന ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗത്തു നിന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തൊലി പെട്ടെന്ന് ഇളകി വരും. ഇനി ബാക്കിയുള്ള എല്ലാ തക്കാളിന്നും ഇതുപോലെ തൊലി കളഞ്ഞ ശേഷം നമ്മൾ സാധാരണ തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ മീൻ മസാല തേച്ച് വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്ത ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ഈ ഓയിൽ തന്നെ ഇതിലേക്ക് വേണ്ട മസാലയും തയ്യാറാക്കി എടുത്താൽ മതി. അപ്പോൾ ഓയിലൊന്ന് ചൂടായി തുടങ്ങി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് 2 സൈഡും 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ മസാല തയ്യാറാക്കിയിട്ട് അതിലിട്ടിട്ട് മീൻ കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കും. അപ്പോൾ മീൻ നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ഒരു സൈഡൊന്ന് മൊരിഞ്ഞു തുടങ്ങിയാൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡും ഒരു 2 മിനിറ്റും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സൈഡ് ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയാൽ നമുക്കിത് ഓയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ പാൻ തന്നെ ഇതിലേക്ക് വേണ്ട മസാലയും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ഓയിൽ കുറവാണെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് തുടങ്ങിയാൽ പിന്നെ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി.
മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ചേർക്കുന്നതിന് മുന്നായിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഈ മസാലപ്പൊടികളൊക്കെ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും മസാലയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ തക്കാളിയിൽ തൊലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ട് നല്ലൊരു മസാല ആയിട്ട് വരും ഇത്. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. അപ്പോൾ നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി മതിയാവും. അപ്പോൾ പുളിയൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/4 കപ്പ് വെള്ളം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നോളൂ. ഇപ്പോൾ ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇപ്പോൾ ഞാനിത് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തുറന്നു നോക്കാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. എല്ലാ മീനും കൂടി ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് ഈ മസാലയിലിട്ട് ഇളക്കിയെടുത്താൽ ചിലപ്പോൾ മീനൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഓരോരോ മീനായിട്ട് ഇട്ട് കൊടുത്തിട്ട് മസാലയ്ക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ മസാല തയ്യാറാക്കിയിട്ടുള്ളത് കുറച്ച് വലിയൊരു പാത്രത്തിലാണെങ്കിൽ എല്ലാ മീനും കൂടി ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി. ഇതിപ്പോൾ ചെറിയൊരു പാൻ ആയതുകൊണ്ട് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാ മീനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മസാലയ്ക്ക് ഇതിൻ്റെ മുകളിൽ ആക്കി വെച്ച് കൊടുത്ത ശേഷം ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്ത് മസാലയ്ക്ക് മീനിലേക്കൊന്ന് പിടിച്ച് വന്നോളും. അപ്പോൾ മൂടി വെക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളകും. ഇതിനി മൂടി വെച്ച് കൊടുത്ത ശേഷം തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ മീനൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പൊടിഞ്ഞൊന്നും പോവാതെ ഓരോന്നായിട്ട് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊരു 10 മിനിറ്റും കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് ടൊമാറ്റോ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിരുന്നാൽ ഈ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരും. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ എരിവും പുളിയൊക്കെ ഉള്ള മസാല മീനിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫിഷ് മസാല തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.